അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായി സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി മാംഗോ പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ചെറിയ ബ്ലെൻഡർ എടുക്കണം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നമ്മുടെ മെയിൻ താരമായ മാംഗോ ഇട്ട് കൊടുക്കണം. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാൻ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. മാംഗോൻ്റെ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പാലും കൂടിയിട്ട് ഒഴിച്ച് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതുപോലെ തിക്കായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു ബൗൾ എടുക്കാം നമുക്ക്. ആ ബൗളിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് പാല്. ഇനി നമ്മുടെ ബാറ്റർ, നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ എത്ര ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അളവ് കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഇനി കട്ടയും തരിയൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു പിഞ്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കാം. ചെറുതായി ചൂടായി വരുമ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചേർത്താൽ ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഒരു നിർബന്ധവും ഇല്ല. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പാല് ചൂടാവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ മാംഗോ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ, പീസായിട്ട്. അതും ടേസ്റ്റാണ്, ഇതും ടേസ്റ്റാണ്. ഇതുപോലെ നന്നായി മിക്സ് ആയി എടുക്കുക. കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കാരണം നമ്മുടെ കോൺഫ്ലവർ കട്ടി പിടിക്കുക, അടി പിടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കൈവിടാതെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ വരണം, നല്ല തിക്കായി വരണം. വളരെ സിമ്പിളാണ്, അതുപോലെ വളരെ ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് എയർ ബബിൾസ് ഒക്കെ പോകാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ്, നല്ല ടേസ്റ്റി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പം എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക. പിന്നെ മറക്കാതെ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന്